ഇനി തണ്ണിമത്തനും നേന്ത്രപ്പഴവും ഇതുപോലെ നേന്ത്രപ്പഴം ഇനി അധികം വന്നാലേ കുറച്ച് ദിവസം ഇങ്ങനെ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇതുപോലെ ഉള്ള അലൂമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക, ഇതുപോലെ ഒന്ന് കെട്ടി വെച്ചിരുന്നാൽ മാത്രം മതി. കുറേ ദിവസം ഇങ്ങനെ കേടാവാതിരിക്കുന്നതായിരിക്കും. ഇനി തണ്ണിമത്തനെ നമ്മുടെ ദേഹം ആസകലം വീഴാതിരിക്കാൻ തണ്ണിമത്തൻ വെട്ടുമ്പോൾ ഇതുപോലെ രണ്ടായിട്ട് വെട്ടിയെടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വശം ഇതുപോലെ മുറിച്ചെടുക്കുക, ഇവിടെയും ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതേപോലെ മുറിക്കാം. ഇനി ഇതേപോലെ ലംബമായി പ്രതലമായിട്ട് മുറിക്കുക. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് അകത്തുനിന്ന് നടുക്കുന്ന് ഇങ്ങനെ ഓരോ പീസായിട്ട് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ദേഹത്തോ ഷർട്ടിലോ ഉടുപ്പിലോ ഒന്നിലും തന്നെ വീഴാതെ നമുക്ക് ഓരോ പീസായിട്ട് എടുത്ത് ഇതുപോലെ കഴിക്കാവുന്നതാണ്.